നമുക്ക് വേണ്ടിയിട്ടൊരു ബേബി പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നത് കൊച്ചിന് ഉടുപ്പ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിക്ക് കുറെ കൊച്ചു കൊച്ചു വലിയ വലിയ ബേബി പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. നമുക്കപ്പൊ ഇതിനെല്ലാം അൺബോക്സ് ചെയ്യാം. നമുക്ക് കത്രികയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്, ഇത്താടെ കയ്യിൽ ഒരെണ്ണമുണ്ട്. ഞങ്ങൾ രണ്ടറ്റത്തുനിന്ന് ഇത് വെട്ടി തുടങ്ങി. ഇതിനകത്ത് എന്തോ കുറെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. വലിയ പെട്ടിയൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആട്ടോ ഗൈസ്. അല്ല അല്ല അല്ല, അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യും എന്നാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് മീറ്റ് ചെയ്യുമെന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. ഇത് തുറന്നപ്പോ ഇത് ഇച്ചിരി കണ്ട ഇത് കണ്ട നല്ല ക്യൂട്ട്. മൊത്തം അകത്ത് അല്ല അല്ല, അതിന്റെ അടിയിൽ വേറെ എന്തെങ്കിലും ഉണ്ട് ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ ഹൈറ്റിന് ഒത്ത് നിൽക്കണം. അപ്പൊ ഇതിന്ന് സാധനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് നമ്മള് സെറ്റിലേക്ക് വെച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ബിക്കോസ് ആദ്യമായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടൊരു ബേബി പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. മീ ടു ഓൾസോ. നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കാം. എന്താന്ന് ഗസ് ചെയ്ത് ഇത് കണ്ടിട്ട് എന്താന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് ബാസ്ക്കറ്റ് ആണ്. അയ്യോ, ഇതാണ് ഫ്രണ്ട്. അതായത് നമ്മള് കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ് ബാസ്ക്കറ്റ്. കണ്ടോ ഇതിന്റെ അടപ്പ് ഗൈസ്. തുറക്കുമ്പോ തന്നെ ഇതിന്റെ ഉള്ളിൽ അവർ ഓരോ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബോക്സ് വലുതാവത്തില്ലേ ഗൈസ്. ഇത് മീമിയുടെ വെറ്റ് വൈപ്സ്. പിടിച്ചോ. താങ്ക്സ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. വെരി കോസ്റ്റ്ലി. സെബാമെഡിന്റെ പറയുന്നതൊക്കെ ഇതിന് ഭയങ്കര റേറ്റ് ആണ്. ഈ സാധനം 3 എണ്ണമാണ് നമുക്ക് അവര് തന്നിരിക്കുന്നത്. സോപ്പ് എനിക്ക് തന്നെ 2 സോപ്പ്. അല്ല, ഇത് വാഷ്, ഇത് ഷാംപൂ, ഇത് ക്രീം. കുറെ ഉണ്ടല്ലേ അങ്ങനെ ഓരോന്ന്. ഇത് അതിന്റെ ക്രീമാണ്, സെബാമെഡിന്റെ ക്രീം. അതായത് മോയ്സ്ചറൈസിങ് ക്രീം ഇടത്തില്ലേ നമ്മൾ, അതുപോലെ പിള്ളേരുടെ. ഇത് ഷാംപൂ, കുളിപ്പിക്കുമ്പോ കൊച്ചിനെ തേപ്പിക്കാൻ ഷാംപൂ. പിന്നെ ഇത് ജെന്റിൽ വാഷ്. ജെന്റിൽ വാഷും കൊച്ചിനെ വാഷ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് ദിസ് ഈസ് വെരി കോസ്റ്റ്ലി. ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരെണ്ണത്തിന് അങ്ങാണ്ട് 300. ഇത് 300. അപ്പൊ എല്ലാം ഒരു 1000 രൂപയുടെ സാധനം ഉണ്ടോ? ഇത് മറ്റേ നെക്രസ്റ്റ്. കൊച്ചിനെന്തിനാ നെക്രസ്റ്റ്? അയ്യോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ പേരറിയാമെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ചിലപ്പോ ഇതിനകത്തായിരിക്കും കുഞ്ഞിനെ കിടക്കുന്നത്. ഈ ഓട്ടക്കകത്ത് ഇത് വള്ളിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു എന്താ പറയാ, നമ്മൾ മറ്റേ ഇതെനിക്ക് മനസ്സിലായി. ഇത് എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ല, ഇങ്ങനെ വെച്ചിട്ട് കുഞ്ഞിനെ ഇവിടെ ഇരുത്തി ഇങ്ങനെ പാല് കൊടുക്കാൻ. ഇത് പാല് കൊടുക്കാനുള്ള ഫീഡിങ് പില്ലോ. ബെഡ് അല്ല, ഇങ്ങനെ കെട്ടി വെക്കും. ഫീഡിങ് കഴിഞ്ഞാലും ഇത് യൂസ് ചെയ്യും. ഇങ്ങനെ കെട്ടും, എന്നിട്ട് കൊച്ചിന് ഇങ്ങനെ ഒക്കത്ത് വെക്കാം. ടെക്നോളജി. ഇത് ബേബി ക്ലോത്ത് വൈപ്സാ. ഇത് ക്ലോത്ത് ആണെന്ന് തോന്നാണ്. കുട്ടിയുടെ ഇതൊക്കെ തുടക്കം. അതായത് വായിന്ന് തേനൊക്കെ വരത്തില്ലേ ഗൈസ്? കൊച്ചുങ്ങളുടെ വായിന്ന് ഇങ്ങനെ നമ്മള് തേനെന്നാ പറയുന്നത്. എന്തോ പറയുന്നേ? അതായത് കൊച്ചു പിള്ളേരെ വായിന്ന് വന്ന അതിന് തേനെന്നാ പറയുന്നത്. അറിഞ്ഞില്ല. അപ്പൊ അത് തുടയ്ക്കാനുള്ള ബേബി ക്ലോത്ത് ആണ് ഗൈസ്. കൊച്ചിന് ഉടുപ്പൊന്നും നമ്മൾ പിന്നെയും തുറക്കുന്നില്ല. ഉടുപ്പുണ്ട്. ഇത് മറ്റേ എനിക്ക് മറ്റേ ഫുൾ സ്ലീവ് ഇല്ലേ? ഇങ്ങനെ കാലും ജംസ്യൂട്ട്. അതാ ഇത് ബേബി ക്ലോത്ത്. ഇത് കൊച്ചിന് വേറൊരു ഡ്രസ്സ്. ഇത് എനിക്ക് തോന്നുന്നു കോട്ട് സെറ്റ് ആണെന്ന് തോന്നുന്നു. നിക്കറും ഇതുപോലെ ഗൈസ്. ഇത് നമുക്ക് ടവൽ, വൈറ്റ് നല്ല സ്റ്റെറിലൈസ് ചെയ്ത ടവലാണ് ഗൈസ്. കുഞ്ഞിന് മറ്റേ തലയിൽ ഇങ്ങനെ തൊപ്പി പോലെ ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കത്തില്ലേ, ടവൽ. ടർക്കി ഗൈസ്. ഇത് കൊച്ചിനൊരു തൊപ്പി.
തൊപ്പിയും സോക്സും ഉണ്ടെന്ന് തോന്നുന്നു. സോക്സ് ആണോ? ആ, അകത്ത് സോക്സ് ഉണ്ട്, മറ്റേ കാലില് ഇടുന്ന സോക്സ്. പ്രീമിയം കൊച്ചായിരിക്കും. ഇത് മറ്റേ കുളിപ്പിക്കുമ്പോ നമ്മൾ കിടത്തത്തില്ല, അതായത് നനയത്തില്ല. ഇത് എന്തായാലും ഇത്താക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യം. എനിക്ക് ഇതിനെ പറ്റിയൊരു വക അറിഞ്ഞൂടാ. ഞാൻ അതായിരുന്നു ഷീറ്റ് അടി, കൊച്ചിനെ കിടത്തുന്ന ഷീറ്റ്. മൂത്രമൊക്കെ ഒഴിച്ച് കഴിയുമ്പോ ഇതിന്റെ അകത്ത് തന്നെ കിടക്കും. അത് കണ്ടിട്ടില്ല? എന്നുവെച്ചാ ലീക്ക് ആവാതെ അങ്ങനത്തെ ഷീറ്റ്. ഇതിപ്പോ കണ്ടപ്പോ എങ്ങനെ പെട്ടെന്ന് മനസ്സിലായി അതാണെന്ന്? അല്ല, എനിക്ക് ഇതാക്കിയപ്പോ മനസ്സിലായി. മോളെ, ഞാൻ കൊറേ പിള്ളേരെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു കൊച്ചിന്റെ തള്ളക്ക് വേണേ നിനക്ക് കോളേജിൽ കൊണ്ടുപോവാ. പക്ഷെ അതല്ല ഇതിന്റെ പർപ്പസ്. ഇത് മദറിന് വേണ്ടിയുള്ള ബാഗാണ് ഗൈസ്. മദറിന് കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോ എവിടെയെങ്കിലും പോകുമ്പോ കൊറേ സാധനങ്ങൾ ഉണ്ടോണ്ടേ. സ്നഗ്ഗി, എക്സ്ട്രാ ഡ്രസ്, മിറ്റൻസ്, സോക്സ്, പാൽക്കുപ്പി, അതൊക്കെ. അപ്പൊ അതൊക്കെ അടങ്ങുന്ന ഒരു വലിയ ബാഗാണ് ഗൈസ്. കണ്ടോ, വലിയ അത്യാവശ്യം സൈസ് ഉണ്ട്. 2 സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. കണ്ടോ, കൊള്ളാലേ ഈ ബാഗ്. നല്ലൊരു വെറൈറ്റി ഒരു കോളേജ് ബാഗ് എനിക്ക് തന്നെ ഉണ്ട്. അതെ, കൊച്ചു വലുതായി കഴിയുമ്പോ അസ്നാക്ക് കോളേജിൽ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ. അപ്പൊ നമ്മുടെ ബാസ്കറ്റ് നമ്മൾ അൺബോക്സ് ചെയ്തു. ഇതെല്ലാം ബാസ്കറ്റിലോട്ട് തിരിച്ചു വെച്ചേക്കല്ലേ. അപ്പൊ നമ്മള് ബേബിയുടെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് നമുക്കിനി ഇത് അടയ്ക്കാം. അപ്പൊ ഈ സാധനം എന്തിനാ? അത് തൂക്കി പിടിക്കാൻ, ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ. ഞാൻ വെച്ച മറ്റേ ബാഗ് കണക്ക് വേറെ എന്തെങ്കിലും ഉപയോഗം അല്ല. നമുക്കിനി ഇത് മാറ്റാം ഗൈസ്. നമുക്കിനി നെക്സ്റ്റ് സാധനം എടുക്കാം. അടുത്ത ഐറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇത് ഗസ് ചെയ്യ്, ഇതെന്തുവാ? ടവല്. ഇത് കണ്ടറിയാലോ. ഇത് ഗൈസ്, ഇത് മറ്റേ കൈയില്ലാത്ത, ഇച്ചിരി വലുതായാൽ എന്തുടുപ്പ്? ഉടുപ്പ്. ജബമാസ് എന്താണ് ഇതിനെ പറയുന്നത്. അതായത് മറ്റേ കൈയില്ലാത്ത ഇത്ര ഉള്ള ഉടുപ്പില്ലേ കൊച്ചുങ്ങൾക്ക് പറ്റിയത്. അത് ഇച്ചിരി കൂടി വലുതാവണം എന്ന് തോന്നുന്നു. പിന്നെ ഇത് ടർക്കി, കൊച്ചിന് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തോർത്തി കൊടുക്കാൻ പറ്റിയ ടർക്കിയാണ് ഗൈസ്. നല്ല കളർ, യെല്ലോ കളർ, നല്ല സോഫ്റ്റ്. സത്യം കേട്ടോ. ഇവരെ ഇത് തൊട്ട് നോക്ക്. നല്ല ലോക്കൽ തുണിയൊന്നും അല്ല, നല്ല പ്രീമിയം തുണിയാണ് ഗൈസ്. കുട്ടിക്കായതുകൊണ്ട് നമ്മൾ ഒന്നിനും ഒരു വിട്ടുവീഴ്ച നടത്തിയില്ല ഗൈസ്. പ്രീമിയം തന്നെ ഓർഡർ ചെയ്തു. ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം കുട്ടിക്ക് ഗൈസ്, നാനി പോക്കോ പാൻസ് സ്നഗ്ഗി. ഒരു പാക്കറ്റ് സ്നഗ്ഗി ഉണ്ട് ഗൈസ്. എത്ര എണ്ണത്തിൻ്റെ 11 എണ്ണത്തിന് 100 രൂപയാണോ? വെറുതെ അല്ല, ഞാൻ കൊറേ റീല് കണ്ടിട്ടുണ്ട്. സത്യം എന്ന് പറഞ്ഞാ ഗൈസ് ഭയങ്കര വിലയല്ലേ ഇതിനൊക്കെ. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, വാഷബിൾ ആയിട്ടുള്ള എന്താ സാധനമാണ്. മൂത്രമൊഴിക്കാൻ എന്തുവാ? ഡയപ്പർ. അത് അതായത് റീയൂസബിൾ ഡയപ്പർ ആണ്. അതാണ് ഇതിന്റെ ഇംഗ്ലീഷ്, റീയൂസബിൾ ഡയപ്പർ. ഇത് ഒരു 1.5 വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാട്ടോ. ഇങ്ങനെ ബട്ടനാണ് അടുക്ക്. നമ്മള് ഇതാവും തോറും, കൊച്ചിന്റെ ഇവിടെ വലുതാവും തോറും ബട്ടൺ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇങ്ങനത്തെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ബോക്സ് ഇത് ഇച്ചിരി വെറൈറ്റി സാധനമാണ്. കൊച്ചിന് ചീപ്പാനുള്ള ചീപ്പ്, കൊച്ചിന് നഖം വെട്ടാനായിട്ട് നഖം വെട്ടി, കൊച്ചിന്റെ മുടി ചീപ്പാൻ. അല്ലല്ല, ഇത് ചീപ്പാനല്ലേ ചീപ്പ്. ഇത് കാല് ചിലപ്പോ കുളിപ്പിക്കുമ്പോ തേച്ചൊരച്ച് കുളിക്കാനായിരിക്കും. ഇവിടെ ഉണ്ട് ഹെയർ ബ്രഷ്, കോംബ്, സിസേഴ്സ്, നെയിൽ ക്ലിപ്പേഴ്സ്. ഇത് നെയിൽ ക്ലിപ്പേഴ്സ്. അതെന്താന്ന് പോലും അറിയത്തില്ല. കൊച്ചിന് ചെറുപ്പത്തിലെ നല്ല നെയിൽ ആർട്ടൊക്കെ, മാനിക്യൂറൊക്കെ ചെയ്യാനുള്ള ഒരു കിറ്റാണ് ഗൈസ് അത്. ഇതൊരു വേറെ ഒരു ടർക്കിയാണ്. അതായത് നമുക്ക് കൊച്ചിനെ ഇങ്ങനെ പുതപ്പിച്ച് അതായത് തണുപ്പ്, ഭയങ്കര മഴയൊക്കെ അല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊച്ചിനെ തണുപ്പിച്ച് കിടത്താനായിട്ട് ഒരു ടർക്കി ഗൈസ്. ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ മീമി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആട്ടാ. തൊട്ടില് കയറൊക്കെ കണ്ടു. ഗൈസ്, ഇത് നമ്മുടെ ക്രാഡിലില്ലേ തൊട്ടിൽ, അതിന്റെ എല്ലാ സാധനങ്ങളും, കയറ്, തൂക്കുന്ന സാധനം, പിന്നെ ആ തുണി. മറ്റേ ബാഗിന്റെ അതേ തീമിൽ, അതേ സെയിം തീം. ശരിയാ, നമ്മൾ നേരത്തെ കണ്ട ആ ബാഗിന്റെ സെയിം മദർ ബാഗ് എന്ന് പറഞ്ഞില്ല, ആ ബാഗിന്റെ സെയിം പ്രിന്റ് ഇത്. ഇത് നെറ്റ്, കൊച്ചിനെ കൊതുക് കുത്താണ്ടോ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എല്ലാവരും പൊതുവെ മേടിക്കുന്ന ഒരു സാധനമാണ്. കൊച്ചിന്
ഇങ്ങനെ സുഖമായി കൊതുക് കടി കൊള്ളാതെ അതിന്റെ കൂടെ ഒരു തലയണയുണ്ട്. ഞാൻ പൊക്കിക്കൊണ്ട് നടക്കും. ഞാൻ ആമീനൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അടുത്തത് ഒരു പൊളി സാധനമാണ് ഗൈസ്. വേണമെങ്കിൽ എനിക്ക് സ്നാക്കും ഇങ്ങനെ ഒരുമിച്ച് പിടിക്കാം. ശരിക്കും കൊച്ചുള്ള പോലെ തോന്നുന്നട ഇതിന്റെ അകത്ത്. ഇതിന്റെ ഉള്ളില് കൊച്ചിനെ സീനാട്ടോ. ഇതിന്റെ അകത്ത് കിടത്തുക എന്നിട്ട് ഇങ്ങനെ പൂട്ടുക. ഇവിടെ തല കാണും. തല മാത്രമേ കാണത്തുള്ളൂ. തിരിച്ചു കിടത്തിയാൽ കത്തും. ഗൈസ് ഒരു ബോയ് ഒക്കെ ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അതായത് ഹോസ്പിറ്റലിലൊക്കെ പ്രസവിച്ച് കഴിയുമ്പോ തന്നെ ആൾക്കാർ കാണാൻ വരത്തില്ലേ, അപ്പൊ ഇതങ്ങ് കൊടുത്താ മതി. മറ്റേത് കൊച്ചിനെ കൊടുക്കാം. ഇതാവുമ്പോ ഇപ്പൊ ചെറിയ പിള്ളേർക്കൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കൊച്ചിനെ എടുത്തിട്ടുണ്ടോ? അപ്പൊ അസുരം എടുത്തിട്ടുണ്ടോ? അപ്പൊ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പേടിയൊക്കെ കാണത്തില്ലേ കുഞ്ഞു പിള്ളേരെ എടുക്കാം. അങ്ങനെയുള്ളവർക്ക് ഇതങ്ങ് കൊടുത്താൽ മതി. ഞാൻ ഈ സ്മൈലിന്റെ കൊച്ചിനെ എടുത്തത് ഓർക്കുന്നുണ്ടെന്നീ. ഇതുപോലത്തെ സാധനത്തില്ല. ഇത് വളരെ ചുരുക്കം പേരെ ഇത് കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതിന്റെ പേര് നെസ്റ്റ് ബെഡ് എന്നാണ്. ഊഹിക്കാമോ എന്താ സാധനം? നെസ്റ്റ് ബെഡ് എന്ന് പറഞ്ഞാൽ കാണുമ്പോ എനിക്ക് മനസ്സിലായി. നെസ്റ്റ് പോലെ ഇരിക്കും ഗൈസ്. അതായത് ഒരു കിളിക്കൂട് പോലെ ഇരിക്കും. ഞാൻ വിചാരിച്ചല്ലോ ഉറങ്ങുന്ന കാര്യങ്ങളൊക്കെ. ഇതെന്തൂടെ എല്ലോ അത് കൊച്ചിനെ കളിക്കാൻ. ഇതിനെന്താ പറയുന്നതെന്നറിയോ? ജിം ആക്സസറി. കൊച്ചിന്റെ ജിം ആക്സസറിയാണ്. തൊട്ടിലേക്ക് ഇങ്ങനെ കിടന്ന് ഗൈസ്. ഇതിനൊരു വെറൈറ്റി, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനിപ്പോ ഇതിന്ന് എടുക്കണ്ട. അതായത് ഇതിങ്ങനെ വള്ളിയാണ്. ഇപ്പൊ കൊച്ചു ചെറുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് ചെറുതാക്കാം. ശരിക്കും കിളിക്കൂട് കണക്കാക്കാം. കൊച്ചു വലുതാവുമ്പോ ഇങ്ങനെ വിരിച്ചിടാം. കൊച്ചിന്റെ ഒരു ഇങ്ങനെ കൊച്ചിന്റെ ഒരു വയസ്സ് വരെ നമുക്ക് ഇതിനകത്തിട്ട് കണ്ട ഇതിലെ താമര വിരിയുന്ന വിരിയുന്നുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ കൊച്ചിനെ നടുക്കിരുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സാധനം അധികാരം മേടിച്ച് ഞാനും കണ്ടിട്ടില്ല. ഞാനിത് നേരിട്ട് കാണും. മറ്റേതൊക്കെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ ആദ്യമായിട്ടാട്ടോ. ഇത് ഞാനും ഫസ്റ്റ് ടൈമാണ്. ബിക്കോസ് ഇത് അധികാരം മേടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് പ്രൈസ്, പിന്നെ ഈ പറയുന്ന പോലെ കൊച്ചല്ലേ ആവശ്യമില്ല. എല്ലാത്തിന്റെ ആവശ്യമില്ല. കൊച്ചു 5-6 ബെഡിൽ കിടക്കത്തില്ലല്ലോ, ഒരു ബെഡിലല്ലേ കിടക്കുള്ളൂ. പിന്നെ നമ്മുടെ ഒരു കൗതുകത്തിന്റെ പുറത്തും ആഗ്രഹത്തിന്റെ പുറത്തും നമ്മൾ മേടിച്ചാണ് ഗൈസ്. ആദ്യത്തെ കുട്ടിയല്ലേ ഗൈസ്. അങ്ങനെ നമ്മള് ബോക്സ് മൊത്തം അൺബോക്സ് ചെയ്ത് ഇനി ബോക്സ് മാത്രം ബാക്കിയുള്ളൂ. നമുക്ക് ഇതിനെ എല്ലാം എടുത്ത് ഇതിനകത്ത് തന്നെ ഇട്ട് അടച്ചു വെച്ചിരിക്കാം. സമയമാകുമ്പോൾ നമുക്ക് ഇനി ഇത് തുറക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.